വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വരാൻ പോകുന്ന കാര്യം നമ്മൾ ഉള്ളിൽ കാണുക. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ പ്രിൻസിപ്പിള്. മനസ്സിനകത്ത് വരാൻ പോകുന്ന, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പോകുന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് അകത്ത് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി പോകും. ഞാനൊരു നല്ല വീട് വെക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഉള്ളിനകത്ത് ഞാൻ ആ വീട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ വീട്ടിൽ തന്നെ എല്ലാ ദിവസവും താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഞാൻ അങ്ങനത്തെ വീട് എനിക്ക് വന്നു ചേരും. എന്നാൽ ഞാനൊരു 5 സ്റ്റാർ ഹോട്ടൽ കെട്ടാൻ പോവുകയാണെങ്കിൽ ഞാനിത് മനസ്സിൽ കാണുമ്പോഴത്തേക്ക് അവിടുത്തെ പാട്ട് എനിക്ക് കേൾക്കാൻ പറ്റണം, കെട്ടിടം കാണാൻ പറ്റണം, അവിടെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റിനൊക്കെ എനിക്ക് കാണാൻ പറ്റണം, വിഷ്വലായി അവിടുത്തെ ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യണം, ഗസ്റ്റുകൾ വന്നു പോകുന്നത്, എൻ്റെ 5 സെൻസും അവിടെ ഇൻവോൾവ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരു ഇമോഷണൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കെട്ടിടം കെട്ടിയില്ല, എവിടാണെന്ന് പോലും അറിയത്തില്ല, വീടുണ്ട്, പക്ഷെ ആ വീട്ടിൽ ആൾക്കാർ വന്ന് പോയിട്ട് പറയുകയാണോ എക്സലന്റ് വീടാണല്ലോ എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് ഇപ്പോഴേ തോന്നുക. ക്ലിയർ ആയ എല്ലാവർക്കും? ഞാൻ രാവിലെ പറഞ്ഞ പെങ്കൊച്ച് ഡോക്ടറാകാൻ പോവുകയാണ്. അപ്പോൾ കിടന്നുറങ്ങുവാണ് കൊച്ച്, പായെ കിടന്നുറങ്ങുക, പാവപ്പെട്ട വീടാണ്. പക്ഷേ ഇപ്പോഴും കൊച്ചെവിടെയാണ്? ഹോസ്പിറ്റലിലാണ്. ഒരുപാട് രോഗികളൊക്കെ ചികിത്സിച്ച് കുറവായി കഴിഞ്ഞപ്പോൾ സ്വന്തക്കാരൊക്കെ വന്ന് പറയുകയാണ്, അയ്യോ ഡോക്ടർ സഹായിച്ചുകൊണ്ടാണ് എൻ്റെ മോൻ രക്ഷപ്പെട്ടതെന്ന് പറയുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഡോക്ടർക്ക് സന്തോഷം ഉണ്ടാകുക. കൊച്ചു കിടന്ന് ചിരിക്കുക, ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുക. ഇതാണ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി. ക്ലിയർ ആയിട്ട് കിട്ടിയോ? അപ്പം നിങ്ങൾക്ക് എന്താണ് മനസ്സിലുള്ളതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളെങ്കിൽ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ബന്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, നമുക്ക് ഈ 5 സെൻസസ് നമുക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വെൽത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കാം. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്ത് നല്ല കുതിരയെ പോലെ ഓടി നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മന്ത്രം തന്നെയാണ്. എന്താണ്? മന്ത്രം തന്നെയാണ്. മന്ത്രത്തിനാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ടെക്നിക്കലി പറയുമ്പോഴത്തേക്ക് അഫർമേഷനാണ്. നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത്? ദൃഢപ്രതിജ്ഞാവാക്യങ്ങൾ. എൻ്റെ പാക്കിനകത്തൊരു CD ഉണ്ട്, 237 അഫർമേഷൻസ് അതിനകത്തുണ്ട്. കാറിനകത്തൊക്കെ ഇട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം. കിട്ടാവുന്ന മുഴുവനും തപ്പിയെടുത്ത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അഫർമേഷൻസ് ആർ സിമ്പിൾ, ഷോർട്ട്, ബിലീവബിൾ സെൽഫ് സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ സിമ്പിളായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ആൻഡ് പോസിറ്റീവ് സെൽഫ് ടോക്കാണ്. നമ്മൾ ആത്മഗതമാണ്. എന്താണ് അഫർമേഷൻസ്? പലപ്പോഴും ആത്മഗതമായിരിക്കാം. നമ്മൾ നമ്മളോട് തന്നെ പറയുന്നതാണ്. ഇറ്റ് വിൽ കൺട്രോൾ യുവർ തോട്ട്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ കോടി അർച്ചന എന്നൊക്കെ പറയത്തില്ലേ, അത് ഈ സംഭവം ഇതാണ്. പക്ഷേങ്കിൽ ആൾക്കാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ കാശ് കൊടുത്ത ഒരാളെ കൊണ്ട് കോടി അർച്ചന ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണം കിട്ടുമെന്നാണ്. പിന്നെ അതുപോലെ തന്നെ അമ്പലത്തിൽ രാവിലെ പോയിട്ട് പൂജാരിക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്ന് നമുക്ക് വേണ്ടി കുറേ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനം കിട്ടുമെന്നാണ് വിചാരിച്ചേക്കുന്നത്. പ്രാർത്ഥന കൊണ്ട് പ്രയോജനമുണ്ട്. ദർസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. കാരണം അവിടെ മൈൻഡ്, അതിൻ്റെ തിയറി ഇപ്പം ഞാൻ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ വേറൊരാൾക്ക് കാശ് കൊടുത്തിട്ട് മന്ത്രം ചൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനമുണ്ട്, അയാൾക്ക് പ്രയോജനമുണ്ട്. ആർക്ക്? കാശ് കിട്ടുന്നതിൻ്റെ പ്രയോജനമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചൊല്ലുവാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിന്, അതായത് ഇത്രയും പറഞ്ഞാലും മതി, ഞാനൊരു തീരുമാനം എടുത്താൽ ഞാൻ നടപ്പിലാക്കും. എന്തുകൊണ്ടത്? ഇറ്റ്സ് ആൻ അഫർമേഷൻ. ഞാനൊരു തീരുമാനം എടുത്താൽ നടപ്പിലാക്കും. പിന്നെ ഞാൻ തുടങ്ങി അത് മുഴുമിപ്പിക്കും. ഞാൻ ധൈര്യശാലിയാണ്. എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഒരു 10,000 പ്രാവശ്യം മനസ്സിൽ കൂടി കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ തന്നെ ധൈര്യം കയറി വരിക. ഭയങ്കര ബോൾഡായി. ഇപ്പോൾ ക്ലാസ്സിൻ്റെ പോലെ തീയുടെ മുകളിൽ കൂടെ നടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിൽ പറയുകയാണ്, ഞാൻ നടക്കും. ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ നടക്കും, എന്തും ചെയ്യും. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുമ്പേ ഇങ്ങനെ തിരിഞ്ഞു കാണിച്ചില്ലേ, അതൊരു അഫർമേഷൻ ഇതാണ്. എന്നെ കൊണ്ട് പറ്റും എന്ന് കുറേ പ്രാവശ്യം ചിന്തിച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ പോയി വെയിറ്റ് കൂടിയ സാധനമൊക്കെ ഒരാളെ കൊണ്ട് ഒരു കൈ കൊണ്ട് എടുപ്പിക്കും. അതുകൊണ്ട് മാക്സിമം എടുത്തു കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റത്തില്ലാത്ത സാധനം മനസ്സിലൊരു 100 പ്രാവശ്യം പറയും, എന്നെ കൊണ്ട് ഇത് എടുക്കാൻ പറ്റും, എന്നെ കൊണ്ട് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞതിന് ശേഷം പൊക്കുമ്പോൾ ഈസി ആയിട്ട് പൊക്കാൻ പറ്റും. എവിടുന്ന ശക്തി വരുന്നത്? മുമ്പ് ഇദ്ദേഹത്തിന്റെ കൈ ഞാൻ പിടിച്ച് താക്കാൻ നോക്കിയില്ലേ? സെയിം സിറ്റുവേഷൻ. ഇനി when you think, say and hear them, they become the thought that create your reality. അത് നമ്മളുടെ ചിന്തയായി മാറും.